ഹായ്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ചില യാത്രകളിലും അതുപോലെ ചില ഗൃഹസന്ദർശനങ്ങളിലും അനുഭവപ്പെട്ട ഒരു കാര്യത്തിനെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ വീഡിയോയിലേക്ക് വന്നത്. ഇതൊരു ഉപദേശമോ നിർദ്ദേശമോ ഒന്നുമല്ല. ഉപദേശിക്കാനോ നിർദ്ദേശിക്കാനോ ഒന്നും ഞാനാണല്ല. മറിച്ച് എനിക്കുണ്ടായ ചിന്തകളെ നിങ്ങളുമായി പങ്കുവയ്ക്കുക മാത്രമേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കൂടി ഇത് കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ കൂട്ടുകാർ ഈ പറയുന്ന രീതിയിലുള്ള ആളുകളുണ്ടെങ്കിൽ അവരത് മാറി ചിന്തിക്കുന്നതിനും കുറച്ചുകൂടെ നല്ല സമീപനം സ്വീകരിക്കുന്നതിനും ഇത് കാരണമായേക്കാം. അങ്ങനെ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ചില ചിന്തകൾ പങ്കുവയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ചില സ്ഥലങ്ങളിൽ ഞാൻ പോയപ്പോൾ ഇവിടുത്തെ മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് ഓർത്ത് കരയുന്നത് കാണാൻ സാധിച്ചു. യഥാർത്ഥത്തിൽ വളരെ വേദന ഉണ്ടാക്കിയ ഒരു കാഴ്ചയാണത്, പ്രത്യേകിച്ചും ആൺമക്കളെക്കുറിച്ച്. പത്തോ 20ഓ 25ഓ അല്ലെങ്കിൽ 22ഓ 23ഓ അല്ലെങ്കിൽ 19ഓ ഒക്കെ വയസ്സാകുമ്പോൾ ചില ആൺമക്കൾ വിചാരിക്കുന്നത് അവർ മാതാപിതാക്കളെക്കാളും വലിയ സമർത്ഥരും കഴിവുള്ളവരും വളരെ ചിന്താശേഷിയുള്ളവരും ഒക്കെ ആയി മാറി എന്ന് ചിന്തിക്കുകയാണ്. പക്ഷേ ഇത് വെറും ഒരു തോന്നലുകൾ മാത്രമാണ്. മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച പാഠങ്ങളിൽ കൂടി അവരുടെ വയസ്സിൻ്റെ കൂടുതൽ കൊണ്ട് അവർ നേടിയെടുത്ത അനുഭവത്തിൻ്റെ കരുത്ത് ഒരിക്കലും ആ മക്കൾക്കുണ്ടാകണമെന്നില്ല. അവരുടെ പ്രായത്തിൻ്റെ ഒരു എടുത്തുചാട്ടവും പ്രത്യേകമായ ഒരു ആവേശവും മാത്രമേ അവർക്കുണ്ടാകാറുള്ളൂ. അതുകൊണ്ട് മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭൂമിയിൽ അള്ളാഹു തണലും കരുത്തുമായി തന്നിരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് മാതാപിതാക്കൾ. ശരിക്കും ആ മാതാപിതാക്കൾ ഇല്ലാതാകുമ്പോഴാണ് അവരുടെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. മാതാവ് അഥവാ ഉമ്മ അല്ലെങ്കിൽ അമ്മ വലിയൊരു തണൽ മരമാണ്. മക്കൾക്ക് തണൽ വിരിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, വാത്സല്യത്തിൻ്റെ, ഔദാര്യത്തിൻ്റെ തണലായി, സ്നേഹസ്പർശമായി, ഏറ്റവും കൂടുതൽ വാത്സല്യത്തിൻ്റെ ഒരു സാമീപ്യമായി എപ്പോഴും മക്കളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നതാണ് ഉമ്മമാർ. അത് കഴിഞ്ഞാൽ പാപ്പ അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ അച്ഛൻ മക്കളുടെ കരുത്താണ്. പാപ്പ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ ആ മക്കളെ സംബന്ധിച്ച് വലിയൊരു കരുത്താണ്. ജീവിതത്തിൽ ഊർജമായി എപ്പോഴും മക്കളുടെ കാര്യത്തിൽ ഉത്കണ്ഠയോടുകൂടി അവരെ എങ്ങനെയെങ്കിലും ജീവിതങ്ങൾ പച്ചപിടിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് വാപ്പമാർ. അതിനുവേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നവരാണ്. അവരുടെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റങ്ങൾക്ക് വളരെയധികം ത്യാഗം ചെയ്യുന്നവരാണ്. പിന്നെ ഒരു തൊഴിൽ കണ്ടെത്തണം, ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ മകൻ നിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് 99% പാപ്പമാർ. 20ഓ 21ഓ അല്ലെങ്കിൽ 25ഓ വയസ്സുള്ള മകനിൽ നിന്ന് ഓരോ പിതാവും ആഗ്രഹിക്കുന്നത് അതാണ്.
കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ഇത്രയും കാലം ഞാൻ ഒറ്റയ്ക്ക് വഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി എനിക്കതൊരു സഹായമെന്നുള്ള നിലയ്ക്ക് എൻ്റെ മകൻ അവൻ ഏതെങ്കിലും ഒരു ഹലാലായ മാന്യമായ തൊഴിൽ ചെയ്തുകൊണ്ട് കുടുംബത്തിനെ സഹായിക്കണം, കുടുംബത്തിന് തണലായി മാറണമെന്ന് ഓരോ വാപ്പമാരും ആഗ്രഹിക്കുകയാണ്. പക്ഷേ ചില മക്കൾ വാപ്പായെ പഴഞ്ചനായി മനസ്സിലാക്കിക്കൊണ്ട്, പരുക്കനായി മനസ്സിലാക്കിക്കൊണ്ട്, വാപ്പ പറയുന്നതിലൊന്നുമല്ല കാര്യം, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ 10-25 വയസ്സ് കഴിഞ്ഞ്, അല്ലെങ്കിൽ 24 വയസ്സ് കഴിഞ്ഞ്, 23 വയസ്സ് കഴിഞ്ഞ്, പഠനമൊക്കെ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ജോലി, മാന്യമായ ജോലി ചെയ്യാതെ, സ്വന്തമായ ഒരു ഉത്തരവാദിത്വം കാണിക്കാതെ പല മക്കളും ഉറങ്ങുന്നത് പകലും രാത്രി വളരെ സജീവമായി മൊബൈലിലും മറ്റും കഴിച്ചു കൂട്ടുന്നതായിട്ടാണ് അറിയാൻ സാധിച്ചത്. അല്ലെങ്കിൽ കൂട്ടുകാരുമായി കറങ്ങി നടക്കുക, പാതിരാത്രികളിൽ കവലകൾ തോറും കറങ്ങി നടന്നതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് എന്ത് ലഭിക്കാനാണ്? ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങലും, ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കലും അവരുടെ ആരോഗ്യത്തിനും സ്വസ്ഥമായുള്ള ചിന്തയ്ക്കും വളരെ അത്യാവശ്യമല്ലേ? അപ്പോൾ എൻ്റെ ഉമ്മായും വാപ്പായും ജീവിച്ചിരിക്കുക എന്നുള്ളത് എൻ്റെ മഹാഭാഗ്യമാണെന്ന് ഓരോ ആൺമക്കളും ഓരോ പെൺമക്കളും കരുതണം. എൻ്റെ ഉമ്മായും വാപ്പായും എന്നെ വളരെയധികം കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് ഇത്രത്തോളം ഈ നിലയിൽ എത്തിച്ചു തന്നിരിക്കുകയാണ്. ഇനി എനിക്ക് കഴിയുന്ന രീതിയിൽ അവർക്ക് സ്നേഹവും സാന്ത്വനവും തണലും അവർക്ക് സഹായവും ചെയ്തു കൊടുക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ മക്കളും മാറേണ്ടതുണ്ട്. കാരണം ആ വാപ്പായുടെയും ഉമ്മായുടെയും കണ്ണീരിന് തീർച്ചയായും പടച്ചവൻ്റെ മുമ്പിൽ വിലയുണ്ട്. ഇനി സ്നേഹത്തോടു കൂടി മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അവരെ പ്രാകാതിരിക്കുക. നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ട് വന്നാലും, എന്തെല്ലാം ത്യാഗങ്ങൾ അവരെ കൊണ്ട് സഹിക്കേണ്ടി വന്നാലും, നിങ്ങളെ ഉള്ളിൽ ഒരു എരിച്ചിൽ, ഒരു നീറ്റൽ ഒരിക്കലും നിങ്ങളുടെ നാവ് കൊണ്ട് അവരെ അറിയാതെ പോലും പ്രാഗിപ്പോകരുത്. നിങ്ങൾ അവർക്ക് വേണ്ടി പടച്ചവനോട് കണ്ണീർ വീഴ്ത്തിക്കൊണ്ട് ദുആ ചെയ്യുക. അവരെ സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. തീർച്ചയായും കുഞ്ഞുകാലം മുതലേ വളരെ വാത്സല്യത്തോടുകൂടി ത്യാഗത്തോടു കൂടി അവരെ വളർത്തിയിട്ട് അവർ അറിവില്ലായ്മ കാരണം, പക്വതയില്ലായ്മ കാരണം അവരെന്തെങ്കിലും പ്രവർത്തിച്ചു പോയാൽ അത് നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളുടെ സ്നേഹക്കൂടുതൽ അവരോട് ക്ഷമിക്കാൻ നിങ്ങൾക്ക് കാരണമായിരിക്കട്ടെ. അവരോട് ക്ഷമിക്കുക, അവരോട് സ്നേഹത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക, ചേർത്ത് നിർത്തുക. കാരണം അവർക്ക് 21, 22, 23, 25 അല്ലെങ്കിൽ 30 വയസ്സായിക്കൊള്ളട്ടെ, പല മക്കൾക്കും ജീവിതത്തിൻ്റെതായ പക്വതയോ പാകതയോ ചിന്താശേഷിയോ ഒന്നും വന്നുകൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അവരെ മനസ്സിലാക്കിക്കൊണ്ട്, തൻ്റെ സ്വന്തം കുഞ്ഞു മക്കളായി മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വീഴ്ചകൾ ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും അവരെ സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ മക്കൾ മാറും. അത് തീർച്ചയാണ്. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങാതിരിക്കാൻ അവർക്കൊരിക്കലും സാധിക്കില്ല. ഇന്നത്തെ ഈ മക്കൾ തീർച്ചയായും നന്മയുള്ളവരാണ്. എന്തെങ്കിലും സാഹചര്യത്തിൽ അവർ വഴിതെറ്റി പോവുകയോ ഉത്തരവാദിത്തമില്ലാതാവുകയോ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ അവരെ പ്രാകരുത്, അവരുടെ നാശത്തിന് ആഗ്രഹിക്കരുത്, അവരെ കൈയൊഴിയരുത്. തീർച്ചയായും അവരെ ചേർത്ത് പിടിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും അവർ നല്ല വഴിയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുക. ഉള്ളൊരുകി അവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തീർച്ചയായും പടച്ചവൻ
കാണാതിരിക്കുകയില്ല. ആ മക്കളോട് വീണ്ടും പറയുന്നു, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരാണ് ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് നമ്മൾ തിരിച്ചറിയുക. അവരുടെ കരുതലും കരുത്തും ഒരിക്കലും ദുനിയാവിലെ വേറൊരു വ്യക്തിയിൽ നിന്ന് നമുക്ക് ലഭിക്കുകയില്ല. ഏതെല്ലാം കൂട്ടുകാരുണ്ടായിരുന്നാലും ഏതെല്ലാം ബന്ധുക്കളുണ്ടായിരുന്നാലും ആ ബന്ധുക്കളൊന്നും മാതാപിതാക്കൾക്കൊരിക്കലും സമമാവുകയില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുള്ളവർ വളരെ സൗഭാഗ്യമായി കണക്കാക്കി, പ്രത്യേകിച്ചും കൗമാരക്കാരായിട്ടുള്ള മക്കൾ, അവർ ജീവിതാനുഭവങ്ങൾ കൊണ്ട് എൻ്റെ മാതാപിതാക്കൾ എന്നെക്കാളും എത്രയോ ഉയർന്നവരാണ്, എനിക്ക് വേണ്ടി എത്രയോ ത്യാഗങ്ങൾ സഹിച്ചവരാണ്, രാപ്പകലകൾ കഷ്ടപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ സ്നേഹത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി നിലകൊള്ളുക. കുറച്ചുകൂടെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ജീവിതത്തെ കാണുക, ചിട്ടപ്പെടുത്തുക. മാന്യമായ, ആരും പഴി പറയാത്ത ഏതെങ്കിലും നല്ലൊരു തൊഴിൽ, എല്ലാ തൊഴിലുകളും മാന്യമായ എല്ലാ തൊഴിലുകളും നല്ലത് തന്നെയാണ്. ഇന്നത് നല്ലത്, ഇന്നത് മോശം, അങ്ങനെയൊന്നുമില്ല. അധ്വാനിച്ച് ജീവിക്കുന്നവന് തീർച്ചയായും അതിൻ്റേതായ മതിപ്പ് ലഭിക്കുക തന്നെ ചെയ്യും. ഹറാമാകാത്ത, മാന്യത കൈവിടാത്ത, അന്തസ്സായി ജീവിക്കാനുതകുന്ന ഏതൊരു തൊഴിലും, അത് കൂലിപ്പണിയായിരുന്നാലും അതിൻ്റേതായ മാന്യത ഉണ്ടെന്ന് തിരിച്ചറിയും. അപ്പോൾ മാതാപിതാക്കളുടെ കഷ്ടപ്പാടിന് നമ്മളൊരു തുണയായി തീരുക. അങ്ങനെ മാതാപിതാക്കളും മക്കളും ചേർന്ന് സുന്ദരമായ ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാകട്ടെ. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷവും സമാധാനവും നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും. ഓരോ വ്യക്തിയും നന്നാകുന്നതിലൂടെ, ഓരോ നാടും നന്നാകുന്നതിലൂടെ ലോകത്ത് തന്നെ ആ സമാധാനം നിലനിന്ന് പോകും. ഏറ്റവും ആദ്യം സമാധാനവും സന്തോഷവും ഉണ്ടാകേണ്ടത് സ്വന്തം കുടുംബത്തിലാണെന്ന് തിരിച്ചറിയുക. അതിനുവേണ്ടി പരിശ്രമിക്കുക, കുറേ ക്ഷമിക്കുക, സ്നേഹിക്കുക, ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് പടച്ചവൻ നല്ല പ്രതീക്ഷ അർപ്പിക്കുക. അങ്ങനെ നല്ലൊരു കുടുംബവും, ആദ്യം നല്ലൊരു വ്യക്തിയും പിന്നെ ഒരു നല്ല കുടുംബവും, അതിനുശേഷം നല്ലൊരു സമാധാനമുള്ള ലോകവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, അതിനുവേണ്ടി ദുആ ചെയ്തുകൊണ്ട്, പടച്ചവൻ വേദനകൾ അനുഭവിക്കുന്ന, മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാ മാതാപിതാക്കൾക്കും സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട്, മക്കൾക്ക് മാതാപിതാക്കളെ സ്നേഹിക്കാനും അവരുടെ നന്മ തിരിച്ചറിഞ്ഞ് അവരെ ഉൾക്കൊണ്ട് അവരെ അനുസരിച്ച് അവരെ വളരെ കരുതലോടുകൂടി ചേർത്ത് നിർത്താനും മക്കൾക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി പടച്ചവൻ എല്ലാ ഹൈറുകളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. എൻ്റെ വീഡിയോകൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ സഹോദരങ്ങൾ കാണുക, കൂട്ടുകാർ കാണുക. പരമാവധി ഇതിൽ നന്മയുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ ഈ വീഡിയോകൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്ത് കാണുക, സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക, പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് വീണ്ടും സംസാരിക്കാനുള്ള എൻ്റെ ശക്തിയെന്ന് മനസ്സിലാക്കുക. എല്ലാവരും കാണുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള മുഴുവൻ കൂട്ടുകാരും എൻ്റെ വീഡിയോകൾ കാണാൻ സമയം കണ്ടെത്തണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ്. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.